മലയാളത്തിൽ ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അക്ഷരമുറ്റത്തേക്ക് വീണ്ടും കുരുന്നുകൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 3 ലക്ഷത്തോളം കുട്ടികൾ ഈ ഒരു പ്രവേശന ഉത്സവത്തിൽ പുതുതായി അക്ഷരങ്ങളുടെ താളുകളിലേക്ക് സ്കൂളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ആലപ്പുഴയാണ് പ്രവേശനോത്സവം ഉദ്ഘാടിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നടക്കുന്ന പ്രവേശനോത്സവം അവിടേക്ക് കടന്നു വരുന്ന കുടുംബങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നൽകാം. തിരുവനന്തപുരം സിറ്റിയിലെ വിവിധ സ്കൂളുകളിൽ നടന്ന പ്രവേശനോത്സവം എങ്ങനെയാണ് എന്നാണ് മലയാളത്തിൽ ന്യൂസ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കെന്നാലും കുരുന്നുകളുടെ അഭിപ്രായങ്ങൾ കൂടുതൽ എങ്ങനെയാണ് സ്കൂളിലെ പ്രവേശനോത്സവം ഈ ഒരു മഴ അല്പം ശമിച്ചിരിക്കുന്ന ഈ സമയത്തുള്ള ഒരുക്കങ്ങളിലൊക്കെ നമുക്ക് എന്തായാലും കാണാം. ഈ ന്യൂസിലേക്ക് കൂടി സ്വാഗതം ചെയ്യും. കരഞ്ഞും ചിരിച്ചും കളിച്ചുമാണ് ഇന്ന് 3 ലക്ഷത്തിലേറെ കുട്ടികൾ പുതുതായി സ്കൂളുകളിലേക്ക് കടന്നു വന്നത്. വിദ്യാർത്ഥികൾക്ക് മികച്ച പഠന പരിസരം ഒരുക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി തിരുവമ്പാടി ഗവൺമെന്റ് UP സ്കൂൾ കെട്ടിട ഉദ്ഘാടനവും സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചുകൊണ്ട് വാർത്താമാധ്യമങ്ങളെ അറിയിച്ചു. ഏറ്റവും മികച്ച പഠന പരിസരവും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുക എന്നത് സർക്കാരിന്റെ ബാധ്യത മാത്രമല്ല, നമ്മൾ എല്ലാവരുടെയും പൊതു ഉത്തരവാദിത്തമാണ് എന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു. ഇന്ന് മലയാള ജനത ന്യൂസ് വഴി റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്തെ പ്രശസ്തമായ TTI മണക്കാട് സ്കൂൾ, മണക്കാട് കാർത്തിക തിരുനാൾ ഗേൾസ് ഹൈസ്കൂൾ, അമ്പലത്തറ UP സ്കൂൾ, അതോടൊപ്പം അമ്പലത്തറ കോർദോവ സ്കൂൾ എന്നീ സ്കൂളുകളിലെ റിപ്പോർട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് ടെലികാസ്റ്റ് ചെയ്യുന്നത്. മഴയ്ക്ക് അല്പം ശമനമുള്ളതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പ്രോഗ്രാമുകൾ ആരംഭിച്ചു. ഈശ്വര പ്രാർത്ഥനയോടുകൂടി പല സ്കൂളുകളിലും പ്രവേശനോത്സവം ആരംഭിച്ചു. മണക്കാട് കാർത്തിക തിരുനാൾ ഗേൾസ് സ്കൂളിൽ ഡെപ്യൂട്ടി മേയർ PK രാജു ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടാണ് പ്രവേശനോത്സവം ആരംഭിച്ചത്. വാർഡ് കൗൺസിലർ ശ്രീ വി ഹരികുമാർ അധ്യക്ഷത വഹിച്ച പ്രോഗ്രാമിൽ മുഖ്യ അതിഥിയായി ഫോർട്ട് പോലീസ് സ്റ്റേഷൻ SHO ശ്രീ ശിവകുമാർ എത്തുകയും കുട്ടികൾക്ക് ദിശാബോധം നൽകുന്ന ഒരു പ്രസംഗം അദ്ദേഹം സമർപ്പിക്കുകയും ചെയ്തു. പുതുതായി കടന്നുവന്ന വിദ്യാർത്ഥിനികൾക്ക് മധുരപലഹാരം നൽകിക്കൊണ്ടാണ് അധ്യാപകർ കുട്ടികളെ വരവേൽക്കുന്നത്. അവർക്കുള്ള പാട്ടും കളിയും ചിരിയുമായി വലിയ ആഘോഷത്തോടുകൂടിയാണ് കുട്ടികൾ ഇതിനെ വരവേറ്റത്. മാത്രമല്ല, പുതിയ അഡ്മിഷൻ എടുത്തു വന്ന കുട്ടികൾക്ക് അധ്യാപകരുടെ വകയായി തന്നെ പുസ്തകങ്ങൾ വിതരണം ചെയ്തതും ശ്രദ്ധേയമായി. 5C കുട്ടികളുടെ പേര് വിവരങ്ങളാണ് വിളിക്കുന്നത്. അഭിരാമി SP, അക്ഷര NR, അനിഷ്ബ ഖാത്തൂൺ. എങ്ങനെയുണ്ട് ടീച്ചർ, പുതിയ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കൊക്കെ സൗജന്യമായ പുസ്തകങ്ങൾ വിതരണം ചെയ്ത് എങ്ങനെയാണ് സ്പോൺസർ ചെയ്യുന്നത്? ഞങ്ങളുടെ അധ്യാപകർ തന്നെയാണ് ഇതിന്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തത്. നമ്മുടെ സീനിയർ ആയിട്ട് റിട്ടയർ ആയ ടീച്ചർ ഉൾപ്പെടെ ഞങ്ങളുടെ കുറെ അധ്യാപകർ നമ്മുടെ ന്യൂ അഡ്മിഷൻ കുട്ടികൾക്ക്, നവാഗതരായി വന്ന ന്യൂ അഡ്മിഷൻ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ തന്നെ എടുത്ത ഒരു തീരുമാനമാണ്. അപ്പോൾ കളക്ഷനിൽ അധ്യാപകർ തന്നെയാണ് കളക്ഷൻ എടുത്തിട്ടുള്ളത്? അതെ. എത്ര കുട്ടികൾക്കുള്ള പാഠപുസ്തകങ്ങളാണ് വിതരണം ചെയ്യുന്നത്? ഇപ്പോൾ ഒരു 300 കുട്ടികൾക്കുള്ള നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. എന്നത്തെയും പോലെ എപ്പോഴും കരച്ചിലും പിടിച്ചിലും കളിയും തിരിയും തമാശയുമായി കേട്ടത് TTI മണക്കാട് സ്കൂളിലാണ്. വളരെ കെങ്കേമമായി തന്നെ ഇപ്രാവശ്യവും TTI മണക്കാട് പ്രവേശനോത്സവം നടത്തി. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പിന്നണി ഗായിക ശ്രീമതി പുഷ്പാവതി, അധ്യക്ഷനായി PTA പ്രസിഡന്റ് ശ്രീ സുരാജ്, സ്വാഗതം പ്രിൻസിപ്പൽ കൂടിയായ ശ്രീമതി പ്രീതി ഭാർഗൻ എന്നിവരാണ് നടത്തിയത്. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വാർഡ് കൗൺസിലർ ശ്രീ ഹരികുമാറും സംസാരിക്കുകയുണ്ടായി. വിവാദങ്ങളുടെ ഇടയിലും അമ്പലത്തറ സ്കൂളിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനിടയ്ക്കാണ് പ്രവേശനോത്സവം നടത്തിയത്. അതുകൊണ്ട് തന്നെ വിശാലമായ ആ സ്കൂൾ സൗകര്യങ്ങൾ കുറഞ്ഞതാക്കിക്കൊണ്ടാണ് ഇന്നത്തെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചതെന്ന് പരാതിയായിക്കൊണ്ട് രക്ഷിതാക്കൾ പറഞ്ഞുവെങ്കിലും കെങ്കേമമായി തന്നെ ഈ ഒരു പ്രവേശനോത്സവം അമ്പലത്തറ UP സ്കൂൾ നടത്തി. മുഖ്യ പ്രഭാഷണം കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ സയ്യിദ് സബർമതി നിർവഹിച്ചു. HM ഇൻചാർജ് SN ഷീജ സ്വാഗതം പറയുകയും ശ്രീ ദിലീപ് സുലൈമാൻ PTA പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. അമ്പലത്തറ വാർഡ് കൗൺസിലർ സുലോചനൻ ഉദ്ഘാടനം നിർവഹിച്ച പ്രവേശനോദ്ഘാടനത്തിന് സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി ഹെലൻ S നന്ദി പറയുകയും ചെയ്തു. കോർദോവ സ്കൂളും അതിഗംഭീരമായ നിലയിലാണ് ഇപ്രാവശ്യത്തെ പ്രവേശനോത്സവം നടത്തിയത്. പുതുതായി അഡ്മിഷൻ എടുത്തു വന്ന കുട്ടികളെയും രക്ഷിതാക്കളെയും മധുരം നൽകി സ്കൂൾ സ്വീകരിച്ചു. പ്രിൻസിപ്പൽ അബ്ദുൽ ഹക്കീം സാർ സ്വാഗതം പറഞ്ഞ പ്രവേശനോത്സവത്തിന്റെ അധ്യക്ഷത വഹിച്ചുകൊണ്ട് മാനേജർ ഡോക്ടർ അബ്ദുൽ സമദ് സാർ സംസാരിച്ചു. പ്രവേശനോത്സവത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട്
ട്രാവൻകൂർ ഫുട്ബോൾ അക്കാദമി ശ്രീകാന്ത്, വൈസ് പ്രിൻസിപ്പൽ സുജ, എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയായ അബ്ദുൽ കലാം സാർ എന്നിവർ സംസാരിച്ചു. Developed from an early stage itself, from your school life itself. So please do that. So I guess I conclude my words. I wish that you have a very wonderful, exciting new academic year. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ SSLCക്ക് ഉന്നത വിജയം നേടാൻ സ്റ്റേറ്റ് കോർദോവ സ്കൂളിലെ കുട്ടികൾക്ക് സാധിച്ചു എന്നും അത് അഭിമാനമാണ് എന്നും വൈസ് പ്രിൻസിപ്പൽ സുജ ടീച്ചർ പറഞ്ഞു. So from today onwards, you are going to celebrate. Yesterday we were celebrating. That too will make this arrangement and to welcome. CBSE സെക്ഷനായ കോർദോവ പബ്ലിക് സ്കൂളിൽ ധാരാളം പുതിയ അഡ്മിഷനുകളാണ് എത്തിയത്. പാട്ടുപാടിയും മധുരം നൽകിയുമാണ് കുരുന്നുകളെ പ്രവേശനോത്സവത്തിൽ സ്വീകരിച്ചത്. പ്രവേശനോത്സവത്തിൽ മുഖ്യ അതിഥിയായി KECT ചെയർമാൻ മിസ്റ്റർ MA ഹിലാൽ പങ്കെടുത്തു. അതോടൊപ്പം പ്രിൻസിപ്പൽ സലിൻ രാജ്, വൈസ് പ്രിൻസിപ്പൽ ഷഹന, PTA പ്രസിഡന്റ് മിസ്റ്റർ ഷജീവ് തുടങ്ങിയവർ കുട്ടികൾക്ക് ഉപദേശങ്ങൾ കൈമാറി. പുതുതായി ജോയിൻ ചെയ്ത അധ്യാപകരെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയും എങ്ങനെയാണ് അധ്യാപകർ കുട്ടികളായി മാറുക എന്നും കുട്ടികളെ ഏത് രീതിയിലാണ് പഠിപ്പിക്കേണ്ടതെന്നും കുട്ടികളുടെ ബുദ്ധിവികാസം വർദ്ധിപ്പിക്കുന്നതിനുള്ള ചെറിയ പ്രോഗ്രാമുകളും ടീച്ചേഴ്സ് അവതരിപ്പിച്ചത് ഈ പ്രവേശനോത്സവത്തിന് ശ്രദ്ധേയമായ ഒരു പ്രോഗ്രാമായി മാറി. It's great, but I sang a solo at the annual day. I think I am the best. And I design all backdrop for that program, so I am the best. Why are you all arguing? Because we all think we are the best. Let's do something. Each of you will show your talents. മണക്കാട് അൽഫിത്ര സ്കൂളും കെങ്കേമമായി തന്നെ ഇപ്രാവശ്യത്തെ പ്രവേശനോത്സവം നടത്തുകയുണ്ടായി. മതവിജ്ഞാനത്തോടൊപ്പം ഭൗതിക വിജ്ഞാനവും നൽകുന്ന അതിവിശാലമായ രീതിയിലുള്ള പഠന സെക്ഷനാണ് അൽഫിത്ര സ്കൂൾ നടത്തിവരുന്നത്. പുത്തലുടുപ്പുകളിട്ട് ധാരാളം കുരുന്നുകൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ അൽഫിത്ര സ്കൂളിലേക്ക് എത്തുകയുണ്ടായി. പ്രവേശനോത്സവത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിരുന്നു, രസകരമായിരുന്നു. നമുക്കെന്തായാലും അവരോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഈ പ്രവേശനോത്സവം? നമ്മുടെ പേര് അഭിരാമി. ഏത് ക്ലാസ്സിലേക്ക് എനിക്ക് പോകട്ടെ? 5ലേക്ക്. എങ്ങനെയാണ് സ്കൂളിലേക്ക് വന്നത്? ആഗ്രഹിച്ചാണ് ഈ സ്കൂളിൽ വന്നത്. അപ്പോൾ കിട്ടുകയും ചെയ്തു. എങ്ങനെയാണ്? കാരണം 2 മാസം സ്കൂളില്ലാതെ നമ്മുടെ വീട്ടിൽ അടിച്ചു പൊളിച്ചാണ്. ഇനിയിപ്പോൾ 2ാമത് പാഠപുസ്തകം നേരെ സ്കൂളിലേക്ക് വരുന്നുണ്ട്. ഏതാണ് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിരുന്നത്? അവർക്കാണ് വീട്ടുകാർ നിൽക്കുന്നതാണോ സ്കൂളിലേക്ക് വരുന്നത്? സ്കൂളിൽ വരുന്നതാണ്. അതാണ് അടിപൊളി. ഓക്കെ. എന്താണ് നമ്മുടെ പേര്? അതെ, ഏത് ക്ലാസ്സിലേക്കാണ്? 5ലേക്ക്. എങ്ങനെയുണ്ട് സ്കൂളിലേക്ക് വന്നപ്പോൾ? ഇഷ്ടപ്പെട്ടു? ഓക്കെ. എന്താ നമ്മുടെ പേര്? എങ്ങനെയുണ്ട് സ്കൂളിലേക്ക് വന്നപ്പോൾ? വീടാണോ സ്കൂളാണോ? അടിപൊളിയായിട്ട് തോന്നുന്നത്. സ്കൂൾ 2 മാസം വീട്ടിലുള്ളത് ബോറായിരുന്നു. കൊള്ളാം, എന്നാലും ബെറ്റർ സ്കൂളാണ്. ഓക്കെ. എങ്ങനെയാണ്? ഏത് ക്ലാസ്സിലേക്കാണ്? എങ്ങനെയുണ്ട് ക്ലാസ്സിലേക്ക് വന്നപ്പോൾ? കൊള്ളാം, അടിപൊളി. പുസ്തകം ഫ്രീ ആയിട്ടൊക്കെ കിട്ടുകയും ചെയ്തു അല്ലേ? എങ്ങനെയാണ്? അവധിക്കാലമാണോ അതോ സ്കൂളിലേക്ക് വരുന്നത്? അടിപൊളിയായിട്ട് സ്കൂൾ അതാണ് നെക്സ്റ്റ്. പേര് പറഞ്ഞത്? എങ്ങനെയുണ്ട് സ്കൂൾ? ഇഷ്ടപ്പെട്ടോ? സൗകര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഉറക്കെ. അതെ. ഏത് ക്ലാസ്സിലേക്കാണ്? എന്താ പേര്? ഏത് സ്കൂളിലേക്കാണ്? ഏത് ക്ലാസ്സിലേക്കാണ്? 2ാം ക്ലാസ്. മോൻ്റെ പേര്? അടിപൊളി. മുണ്ടൊക്കെ എങ്ങനെയുണ്ട് സ്കൂളിലേക്ക് വന്നപ്പോൾ? കൊള്ളാമോ? സ്കൂൾ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് സ്കൂൾ? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയാണ് നമ്മൾ 2 മാസം അവധിക്കൊക്കെ പോയിട്ട് ഇപ്പോൾ സ്കൂളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പ്രയാസം ഉണ്ടോ? ഇല്ല. എന്താ നമ്മുടെ പേര്? എവിടെ വീട്? എങ്ങനെയാണ് ഇപ്പോൾ സ്കൂളിലേക്ക് അവധി കഴിഞ്ഞിട്ട് സ്കൂളിൽ വരുമ്പോൾ എന്താണ് മോളുടെ ഫീലിംഗ്? എങ്ങനെയുണ്ട്? രസമുണ്ടോ? ഇഷ്ടമാണോ സ്കൂളിൽ വരെ? പഠിക്കാൻ ഇഷ്ടമാണോ അതോ വീട്ടിൽ നിൽക്കുന്നോ? ഇനി എത്രയിലാണ് വരുന്നത്? 1ാം ക്ലാസ്സിലേക്ക്. എങ്ങനെയുണ്ട് സ്കൂളിലേക്ക് വരുമ്പോൾ? നല്ല ഇൻട്രസ്റ്റ് ആണോ? എങ്ങനെയുണ്ട് സ്കൂളൊക്കെ? അടിപൊളി. നമ്മളുടെ പേര് ഷഹാന. നമ്മുടെ പേരോ? ഷാനു. എങ്ങനെയാണ് സ്കൂളിൽ വരുമ്പോൾ? കൊള്ളാമോ? എങ്ങനെയുണ്ട്? കൊള്ളാം. എങ്ങനെയാണ് സ്കൂളിൽ നമ്മളിപ്പോൾ അവധിയായിട്ട് നിന്നപ്പോൾ സ്കൂളിലേക്ക് വരുമ്പോൾ എന്ത് തോന്നുന്നു? കൊള്ളാം. ആരാകാൻ ആഗ്രഹം? പഠിച്ചിട്ട് ആരാകണം? ഡോക്ടർ. മോനോ?
എങ്ങനെയാണ് ഇവിടെ നമ്മുടെ സ്കൂളിലൊക്കെ എങ്ങനെ കൊള്ളാവോ? സെറ്റപ്പാണോ? കൊള്ളാം, അടിപൊളിയാണ്. ഇതാണ് പ്രവേശന ഉത്സവത്തിലേക്ക് കടന്നു വന്ന കുട്ടികളുടെ അനുഭവങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ. എന്തായാലും അക്ഷര ലോകത്തേക്ക് എത്തിയ എല്ലാ കുരുന്നുകൾക്കും മലയാള ന്യൂസിന്റെ പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. അറിവ് സമ്പാദിക്കുക, വിജ്ഞാനം നുകരുക, അങ്ങനെ നല്ല തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യം. സാക്ഷര കേരളം, സുന്ദര കേരളം എന്നുള്ള ആ സങ്കല്പം അത് യാഥാർത്ഥ്യമാക്കുക എന്നതാണ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ലക്ഷ്യം. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഉയർന്ന് ഈ കേരളം നിൽക്കാൻ കാരണം വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നവീന രീതിയിലാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസം മാറ്റുരയ്ക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരുമിച്ച് കൈപിടിച്ചു ഉയർത്താം. മലയാള ജനത ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും.